നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മതത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച ഒരു വലിയ രഹസ്യത്തെക്കുറിച്ചാണ്. DMT, അതായത് ആത്മാവിന്റെ തന്മാത്ര. അപ്പോ ഈ DMT പോലുള്ള സംഗതികളില്ലേ, ഇതൊക്കെ ശരിക്കും അപകടം പിടിച്ച മയക്കുമരുന്നുകളാണോ, അതോ ദൈവീകമായ എന്തെങ്കിലും ഒന്നിലേക്കുള്ള ഒരു രഹസ്യ താക്കോലാണോ? എന്തുകൊണ്ടാണ് ഇതിപ്പോ ഇത്രയും ചർച്ചയാവുന്നത്? പണ്ടത്തെ മതങ്ങളിലൊക്കെ ഇതിനെന്തെങ്കിലും സ്ഥാനമുണ്ടായിരുന്നോ? നമുക്കൊന്ന് നോക്കാം. ഇപ്പോ എവിടെ നോക്കിയാലും ഇതാണ് ചർച്ച, അല്ലേ? വാർത്തകളിലും സെലിബ്രിറ്റികളുടെ സംസാരത്തിലുമൊക്കെ DMT തന്നെ. പണ്ടൊക്കെ ആരും കേട്ടിട്ടില്ലാത്ത ഈ ആത്മാവിന്റെ തന്മാത്ര പെട്ടെന്നിപ്പോ എല്ലാവരുടെയും സംസാര വിഷയമായി മാറിയിരിക്കുന്നു. ഇതുപയോഗിച്ച പലരും പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതൊരു സാധാരണ അനുഭവമല്ലത്രേ. അവരുടെ ജീവിതം തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു ആത്മീയ ഉണർവാണ് അവർക്ക് കിട്ടിയതെന്ന്. സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു പുതിയ സാംസ്കാരിക ശാസ്ത്രീയ തരംഗത്തിന് തുടക്കമിടുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഈയൊരു തന്മാത്രയ്ക്ക് ഇത്രയധികം പ്രാധാന്യം? നമുക്കിതിന്റെ ശാസ്ത്രവും ചരിത്രവും ഒന്ന് ആഴത്തിൽ നോക്കാം. അപ്പോ എങ്ങനെയാണ് ഇത്രയും വിചിത്രമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്? ഇതിന്റെ രഹസ്യമറിയാൻ നമുക്ക് നേരെ നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് തന്നെ പോകാം. ആധുനിക ശാസ്ത്രം ഇതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം, അല്ലേ? ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ ശാസ്ത്രജ്ഞർ ഒരു കിടിലൻ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. DMT നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ തലച്ചോറ് ഹൈപ്പർ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. സിമ്പിളായി പറഞ്ഞാൽ, സാധാരണഗതിയിൽ സംസാരിക്കാത്ത ബ്രെയിനിന്റെ പല ഭാഗങ്ങളും തമ്മിൽ ഭയങ്കരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെയാണ് ശരിക്കും ട്വിസ്റ്റ്. ഈ ഹൈപ്പർ കണക്ടിവിറ്റി നമ്മുടെ ബോധത്തെ എങ്ങനെയാണ് മാറ്റുന്നതെന്നറിയോ? നമ്മുടെ തലച്ചോറ് ഒരു സ്വപ്നം കാണുന്ന അവസ്ഥയിലേക്ക് പോകും. പിന്നെ ഭാവന ഏതാ, യാഥാർത്ഥ്യമേതാ എന്നൊന്നും ഒരു പിടിയുമുണ്ടാവില്ല. പലപ്പോഴും ഇത് ഈഗോ ഡെത്ത് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതായത് ഞാൻ എന്നൊരു ചിന്തയേ ഇല്ലാതാകും. ഏറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് പലയിടത്തുള്ള തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ ഒരേപോലത്തെ രൂപങ്ങളെയും കാഴ്ചകളെയുമാണ് കാണുന്നത്. നമ്മുടെ റിയാലിറ്റി ഉണ്ടാക്കുന്ന ബ്രെയിനിന്റെ ഭാഗങ്ങൾ തന്നെ ഒരു നിയന്ത്രണവുമില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന പോലെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ അനുഭവങ്ങൾ പുതിയ വാതിലുകൾ തുറക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രജ്ഞർ ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഇത് മനുഷ്യരെ എല്ലാവരെയും ഒരുമിച്ചൊരു പുതിയ ഉണർവിലേക്ക് കൊണ്ടുപോകുമോ, അതോ ഓരോരുത്തരെയും അവരവരുടെ ചിന്താക്കുഴപ്പങ്ങളിലേക്ക് തള്ളിവിടുമോ? അതൊരു വലിയ ചോദ്യമാണ്. ഇന്നത്തെ ശാസ്ത്രം ഇതൊക്കെ ഇപ്പോഴല്ലേ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ പൂർവികർക്ക് പണ്ടേ അറിയാമായിരുന്നെങ്കിലോ? നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം. ദൈവങ്ങളുമായി സംസാരിക്കാൻ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ആമസോൺ കാടുകളിലെ ഗോത്രങ്ങൾ അയാവാസ്ക ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ആത്മീയ യാത്രകൾക്ക് വേണ്ടി. പുരാതന ഗ്രീസിലും കെൽട്ടിക് പുരോഹിതന്മാരുടെ ഇടയിലുമൊക്കെ ഇത് സാധാരണമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത് ലോകം മുഴുവൻ പടർന്നുകിടക്കുന്ന ഒരു പാരമ്പര്യമാണ്. പുരാതന ഗ്രീസിലെ ഈ ആചാരങ്ങളുടെ ഉദ്ദേശം എന്തെങ്കിലും പഠിപ്പിക്കലായിരുന്നില്ല, മറിച്ച് നേരിട്ട് ഒരു അനുഭവം കൊടുക്കുക എന്നതായിരുന്നു. അതും മരണത്തെക്കുറിച്ചുള്ള ഭയം പോലും ഇല്ലാതാക്കാൻ പറ്റുന്ന അത്രയും ശക്തമായ ഒരനുഭവം. അപ്പോൾ കാര്യം സിമ്പിളാണ്. അറിവിനേക്കാൾ വലുത് അനുഭവമാണ്. ഇനി നമ്മൾ വരാൻ പോകുന്നത് ഏറ്റവും കോൺട്രവേഴ്ഷ്യലായ ഒരു ചോദ്യത്തിലേക്കാണ്. ഈ രഹസ്യങ്ങളൊക്കെ അബ്രഹാമിക് മതങ്ങളുടെ, അതായത് ജൂത, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചരിത്രകാരനായ റെവറന്റ് ഡാനി നെമോ ചൂണ്ടിക്കാണിക്കുന്നത് ബൈബിളിലെ വിശുദ്ധ അഭിഷേക തൈലത്തെക്കുറിച്ചാണ്. പുരോഹിതന്മാർക്കും രാജാക്കന്മാർക്കും മാത്രം ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരുന്ന ഒന്നാണിത്. ഇതിലെ ചേരുവകൾ നോക്കിയാൽ നമ്മൾ ഞെട്ടും. കഞ്ചാവ് പോലെയുള്ള സൈക്കോ ആക്റ്റീവ് വസ്തുക്കൾ ചേർന്ന ഒരു പവർഫുൾ മിശ്രിതമായിരുന്നു അത്. അപ്പോ ദൈവവുമായി സംസാരിക്കാനുള്ള ഒരു ടൂളായിരുന്നോ ഇത്? ദൈവവുമായി സംസാരിക്കാൻ പ്രധാന പുരോഹിതൻ ചെയ്തിരുന്ന ആചാരങ്ങൾ എത്ര സങ്കീർണമായിരുന്നെന്ന് നോക്കിക്കേ. ആദ്യം ആ സൈക്കോ ആക്റ്റീവ് തൈലം ദേഹത്ത് പുരട്ടും. എന്നിട്ട് DMT ഒരുപാട് അടങ്ങിയ അക്കേഷ്യ മരം കൊണ്ടുണ്ടാക്കിയ ഒരു കൂടാരത്തിലേക്ക് കയറും. അവിടെ വെച്ച് സൈക്കോ ആക്റ്റീവ് സംയുക്തങ്ങളുള്ള ധൂപം കത്തിക്കും. ഈയൊരു പ്രത്യേക അവസ്ഥയിലിരുന്നു കൊണ്ടാണ് അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് സന്ദേശങ്ങൾ കിട്ടിയിരുന്നത്. പിന്നെ ഇത് പുരോഹിതന്മാർക്ക് മാത്രമുള്ള ഒരു പരിപാടിയായിരുന്നില്ല കേട്ടോ. ബൈബിളിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ ജനത മുഴുവൻ മന്ന കഴിച്ചപ്പോൾ അവർ ശബ്ദങ്ങളെ കണ്ടു എന്ന്. സിനസ്തേഷ്യ എന്ന ഈ അവസ്ഥ സാധാരണയായി സൈക്കഡെലിക് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷേ ഈ അനുഭവം എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു, അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും കാലം ആത്മീയതയുടെ ഭാഗമായിരുന്ന ഈ വസ്തുക്കളെ പിന്നെ എന്തിനാണ് എല്ലാവരും കൂടി അടിച്ചമർത്തുകയും നിരോധിക്കുകയും ചെയ്തത്? അതിനൊരു തിയറിയുണ്ട്. ഈ പദാർത്ഥങ്ങൾ നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റാൻ കഴിവുള്ളവയാണ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന പലതിനെയും അതില്ലാതാക്കും.
അപ്പോ സമൂഹത്തെ നിയന്ത്രിക്കുന്നവർക്ക് ഇതൊരു വലിയ ഭീഷണിയല്ലേ? അതായത് സംഭവം വെറും മയക്കുമരുന്നിനെതിരെയുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് നമ്മുടെ ബോധത്തിനു മുകളിലുള്ള അധികാരത്തിനു വേണ്ടിയുള്ള യുദ്ധമാണ്. നമ്മുടെ ചിന്തകളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് അധികാരം? ഇതിനൊരു കാരണം ഇതായിരിക്കാം. സംഘടിത മതങ്ങൾക്ക് ആളുകൾക്ക് നേരിട്ടുള്ളൊരു ആത്മീയ അനുഭവം കൊടുക്കാൻ പറ്റിയില്ല. ഇടനിലക്കാരില്ലാതെ ദൈവത്തെ അറിയാനുള്ള വഴി അടഞ്ഞുപോയപ്പോൾ ഈ താക്കോലുകളും എവിടെയോ നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് നോക്കൂ, ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ എവിടെയോ ഒളിപ്പിച്ചുവെച്ച ഈ വസ്തുക്കൾ വീണ്ടും നമ്മുടെ കൺമുന്നിലേക്ക്, മുഖ്യധാരയിലേക്ക് ശക്തമായി തിരിച്ചുവരികയാണ്. ഇന്ന് എവിടെ നോക്കിയാലും ഇതിന്റെ ഒരു തരംഗമാണ്. സയൻസ് ലാബുകളിലും പാർലമെന്റുകളിലും ആശുപത്രികളിലും ആത്മീയ കേന്ദ്രങ്ങളിലുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിപ്ലവം പോലെ തന്നെ. നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരമായ അഹ്മദി റിലീജിയൻ ഓഫ് പീസ് ആൻഡ് ലൈറ്റ് പറയുന്നത് ഇതൊരു പുതിയ ട്രെൻഡൊന്നുമല്ലെന്നാണ്. മറിച്ച് പണ്ടേ പ്രവചിക്കപ്പെട്ട് നഷ്ടപ്പെട്ടുപോയ ഒരു ആത്മീയ ഉണർവ് തിരികെ വരുന്നതാണത്രേ. അപ്പോ ശരിക്കും എന്താണിവിടെ സംഭവിക്കുന്നത്? ഇതൊരു പുതിയ ഫാഷൻ മാത്രമാണോ? അതോ ആയിരക്കണക്കിന് വർഷങ്ങളായി നമുക്ക് നഷ്ടപ്പെട്ടുപോയ നമ്മുടെ സ്വന്തം ആത്മാവിലേക്കുള്ള താക്കോല് നമ്മളിപ്പോ വീണ്ടും കണ്ടെത്തുകയാണോ? ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു.